സഭയോട് ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പൗലോസ് 5 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. 5 ക്വസ്റ്റ്യനുകൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് വിശ്വാസികളാണ്. പറഞ്ഞേ, ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയായ ഞാനാണ്. കാരണം ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കും വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയെന്ന് പറഞ്ഞു. ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചില ആളുകളൊക്കെ ചോദിക്കുന്ന പോലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉത്തരം പറയണം. നിങ്ങളാണ് അതിന് ആൻസർ പറയേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉൾപ്പെടെ അവിടെയുണ്ട്. അല്ല, ടി വിയിലേക്ക് ഉണ്ടോന്ന് നോക്കി, ചോദ്യചിഹ്നം ഉൾപ്പെടെ അവിടെയുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഉത്തരം നിങ്ങൾ പറയണം. ചോദ്യം ഞാൻ പറയും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആരുമില്ല. നോ വൺ. ആരുമില്ല. ഉറപ്പാണോ? എന്നിട്ട് ആ മുഖത്തിൽ തെളിച്ചില്ലല്ലോ. പറഞ്ഞേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? യേശുക്രിസ്തുവിനെ, തൻ്റെ ഏകജാതനായ മകനെ, ഏറ്റവും ഉന്നതനായവനെ, സർവശക്തനായ പുത്രനെ, അവനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതെ ഇരിക്കുമോ? പിതാവായ ദൈവം തൻ്റെ ഏക മകനെ എനിക്ക് തരാൻ മടിച്ചില്ലെങ്കിൽ, ഒറ്റ പുത്രനെ ഉള്ളായിരുന്നു, ആ പുത്രനെ എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ, എന്നെ നീതീകരിക്കാൻ, എനിക്ക് വേണ്ടി യാഗമാക്കാൻ ഈ പിതാവ് മടിച്ചില്ലെങ്കിൽ ആ പുത്രനോട് കൂടെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരാതിരിക്കുമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നോ പറഞ്ഞേ, ആർക്കും പറ്റില്ല. ദൈവം തെരഞ്ഞെടുത്ത ഒരാളിനെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? സകലതും അറിയുന്ന, തുടക്കവും ഒടുക്കവും അറിയുന്ന, സകല ഡീറ്റെയിൽസും അറിയുന്ന, ഉൾപ്പൂവുകൾ അറിയുന്ന, ഹൃദയങ്ങളെ അറിയുന്ന, സകലത്തെ അറിയുന്ന സർവശക്തനാകുന്ന ദൈവമാണ് ഈ മകനെ, ഇവരെയൊക്കെ തെരഞ്ഞെടുത്തതെങ്കിൽ, നിങ്ങളെ ചൂസ് ചെയ്തതെങ്കിൽ ദൈവം അബദ്ധം കാണിക്കുമോ? ഹല്ലേലൂയ. നാലാമത്തെ ചോദ്യം ഇതാണ്. നീതീകരിച്ചവൻ, എന്നെയും നിങ്ങളെയും നീതീകരിച്ചവൻ ദൈവമാണ്. ആർക്ക് ശിക്ഷ വിധിക്കുവാൻ കഴിയും? ആർക്കും പറ്റില്ല. ഉറപ്പാണോ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ക്രിസ്തുവിന്റെ ഇത്ര വലിയ സ്നേഹത്തിന് ഉറവിടമായ, എനിക്ക് അനുകൂലമായിരിക്കുന്ന, എനിക്ക് വേണ്ടി സകലതും നൽകി തന്ന, കുറ്റം പറയുന്നവരുടെ നടുവിൽ എന്നെ കുറ്റപ്പെടുത്താതെ തിരഞ്ഞെടുത്ത, എന്നെ തിരസ്കരിച്ചവരുടെ നടുവിൽ എന്നെ നീതീകരിച്ച, എനിക്ക് ശിക്ഷ വിധിക്കുന്നവരുടെ നടുവിൽ എന്നെ നീതിമാനായി നീതിമതിയായി പ്രഖ്യാപിച്ച ഇത്ര സ്നേഹനിധിയായ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് അടർത്തി മാറ്റാൻ കഴിയും? ആർക്കും പറ്റില്ല. ഈ 5 കാര്യങ്ങളിൽ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് വെറുതെ പറഞ്ഞ കേവലം ഒരു വാക്കായി മാത്രം പോകരുത്. ഒന്നാമത്തെ വാക്ക്, ചോദ്യം മാത്രം ഞാനൊന്ന് പറയാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വേർഡ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. ഇഫ് ഗോഡ് ബി ഫോർ us, who can be against us? ദൈവം നിങ്ങളുടെ സൈഡാണെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങളെ ആർക്ക് പരാജയപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ. ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ സൈഡ് നിൽക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ ചോദ്യം, വേറെ ആര് വേണം? ഈ ഉലകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാരും,
ഇവിടുത്തെ സകല മത നേതാക്കന്മാരും, ഇവിടുത്തെ സകല മനുഷ്യരും, ഇവിടുത്തെ സകല ബിസിനസ്സുകാരും, ഇവിടുത്തെ സകല പണക്കാരും, ഇവിടുത്തെ സകല പ്രമാണിമാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ ഒപ്പമില്ല എങ്കിൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളുടെ ഒപ്പം ഇല്ല, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല, ഒരു മത നേതാവും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു വ്യക്തികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾക്കുറപ്പുണ്ട്, എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ കണ്ട് തെരഞ്ഞെടുത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, അവൻ എൻ്റെ സൈഡാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ ഉലകം മുഴുവൻ നിനക്ക് വിരോധമാണെങ്കിലും എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നല്ല. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത്, എനിക്കൊരു പ്രശ്നം വന്നാൽ, എനിക്കൊരു വിഷയം വന്നാൽ ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കാനുണ്ട് എന്നുള്ളതല്ല. എനിക്കൊരു വിഷയം വന്നാൽ, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പോലും അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഒരു കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി, ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ടോ, ഞാൻ ഇപ്പോഴും ആ പ്രസൻസിനകത്തുണ്ടോ, ഞാൻ ഇപ്പോഴും എൻ്റെ ദൈവത്തിന്റെ കൂടെയുണ്ടോ, രണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ടോ. ഈ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് തകർന്നു പോയാലും, അത് ഉടഞ്ഞു പോയാലും, അത് കുശവന്റെ ചക്രത്തിലും കുശവന്റെ പ്രസൻസിലും ഉള്ളിടത്തോളം കാലം അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റാൻ കുശവന് കഴിയും. You never leave the presence of God. ആദ്യം അത് ഉറപ്പുവരുത്തണം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്, ഞാനും എൻ്റെ യേശു അപ്പായുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്. എനിക്ക് എൻ്റെ ദൈവത്തോട് ആഴമേറിയ പ്രാർത്ഥനയിൽ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉറപ്പിക്കണമെന്നാണ്. കാരണം ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ ഇടയ്ക്കൊക്കെ ടെസ്റ്റ് തരുന്നത്. ഹല്ലേലൂയ. പലരും അത് എഴുതി തോക്കുകയാണ്, എന്നാൽ അത് എഴുതി തോക്കുകയല്ല. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. You are not with me. ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. ദൈവത്തിന്റെ ഫേവർ ഒരു മനുഷ്യനെ സറൗണ്ട് ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ അനുകൂലത ഒരു വ്യക്തിയുടെ കൂടുണ്ടെങ്കിൽ, ഈ ഉലകം മുഴുവൻ ആ വ്യക്തിക്ക് പ്രതികൂലമായി തിരിഞ്ഞാലും ദൈവം അനുകൂലമായവനെ ജയിക്കത്തുള്ളൂ. 100% ഞാൻ പറയുന്നു, ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാര്യത്തിന് വേണ്ടി ചുവട് വെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇത് മാത്രമാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെങ്കിൽ, ദൈവത്തിന്റെ കരം ഇതിനകത്ത് അനുകൂലമാണെങ്കിൽ, ദൈവത്തിന്റെ പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിൽ, ഇത് ദൈവം സക്സസ്ഫുൾ ആക്കിയിരിക്കും. സെരുബ്ബാബേലിനോട് ആലയം പണിയാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ, എത്ര മഹാപർവ്വതം മുമ്പിൽ നിന്നാലും ആ പർവ്വതത്തെ ദൈവം മാറ്റിയിരിക്കും. അപ്പൊ ചെക്ക് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് ദൈവ ഭയത്തിൽ, ദൈവിക പ്രസൻസിൽ ജീവിക്കുന്നയാളാണോ? രണ്ടാമത് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ വാക്കുമാറുന്ന മനുഷ്യരിലാണോ, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിലാണോ? യഹോവയാകുന്ന ദൈവം ഞാൻ മാറാത്തവൻ,
അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ദൈവം എനിക്ക് തന്നതാണ്, അവരെയൊക്കെ ദൈവം എനിക്ക് അനുകൂലമാക്കിയതാണ്, അവരെയൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്, അവരെ കൊണ്ട് ദൈവം തരിച്ചതാണ്. കാരണം സോഴ്സ് മനുഷ്യനല്ല, സോഴ്സ് ദൈവമാണ്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. മനുഷ്യരെല്ലാം റിസോഴ്സുകളാണ്, മനുഷ്യരൊക്കെ റിസോഴ്സസ് ആണ്, സകല നന്മയുടെ സോഴ്സ്. കൈകൾ അടിച്ച് ആത്മാവിൽ നന്ദി പറയാം, ദൈവമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എന്താണ് ദൈവത്തിന്റെ അനുകൂലത? എന്താണ് ഫേവർ? ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഈ ഒരു മനുഷ്യന്റെ മേളിൽ, ഒരു കുടുംബത്തിന്റെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട്, എഫേർട്ടുകളില്ലാതെ കടന്ന്, ചിലർ പറയത്തില്ല, ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് എൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യാഗമാക്കി വയസ്സ് 60 ഇതുവരെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ലേ? അതൊക്കെ വ്യക്തിപരമായ എഫോർട്ടുകളാണ്. അത് ഇടണ്ടെന്ന് ദൈവം പറയുന്നില്ല, അധ്വാനിക്കാൻ തന്നെയാണ് മനുഷ്യരോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൈവത്തിന്റെ അനുകൂലത ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ വാക്ചാതുര്യങ്ങൾ കൊണ്ട് ഞാനൊരു കാര്യം നേടിയെടുക്കാൻ പോയി അത് പിടിച്ചോണ്ട് വരുന്നതും, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം എനിക്കുണ്ടായിട്ട് ഞാൻ ഒന്നും ചിന്തിക്കാതെ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം എനിക്ക് ആ വഴി തുറന്നു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു കർത്താവിനെയും തള്ളിപ്പറഞ്ഞ് വീണ്ടും പഴയ പടകും വലയും എടുത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ തിബിരിയാസിന്റെ കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പവും മീനുമായി ആ ശിഷ്യന്മാരെ യേശു കാത്തു നിന്നു. ശിഷ്യന്മാർ അറിയുന്നില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബിരിയാസ് കടൽക്കരയിൽ വന്നിട്ടുണ്ടെന്നും അത് യേശു കർത്താവാണ് എന്നും അവർക്കറിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒറ്റ മത്സ്യത്തെ പോലും ലഭിക്കാതെ, ഒറ്റ മീൻ പോലും കിട്ടാതെ ഈ ശിഷ്യന്മാർ വല കഴുകുന്ന സമയത്ത് തിബരിയാസിന്റെ കടൽക്കരയിൽ നിന്നുകൊണ്ട് നസറയനായ യേശു അവരോട് ചോദിക്കുകയാണ്, മൈ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, നത്തിങ്, ഒന്നുമില്ല. ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? അതുമില്ല. എന്നാ പടകിന്റെ വലത്തുഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞപ്പോൾ ആ വാക്കനുസരിച്ച ശിഷ്യഗണങ്ങൾ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. നിങ്ങൾ എന്നെ മാത്രം നോക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടോന്നൊന്ന് ബൈബിൾ കൊണ്ടുവരാത്തര് നിങ്ങൾക്ക് വേണ്ടി, ബൈബിൾ കൊണ്ടുവരാത്തവർക്ക് വേണ്ടിയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല. 153 വലിയ മീൻ, പറഞ്ഞു വലിയ മീൻ. അപ്പം യാക്കോബും പത്രോസും കാനായിലെ നഥനയേലും യോഹന്നാനും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ വല പൊക്കിയിട്ടും പൊക്കാൻ പറ്റാത്ത നിലയിൽ ഇത് ഫുള്ളായി. വല നിറച്ചു മീൻ. ഈ മീൻപിടുത്തക്കാരുടെ കയ്യിൽ പല തരത്തിലുള്ള വലയുണ്ട്. മണിവലയുണ്ട്, കൈവലയുണ്ട്, വീശുവലയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വലയുണ്ട്. ആറ്റിലെറിയുന്ന വലയല്ല കടലിലെറിയുന്ന വല, കടലിലെറിയുന്ന വലയല്ല കൈത്തോട്ടിലെറിയുന്ന വല. ഇവർക്കറിയാം ഈ വല ഇവിടെ ഇട്ടാൽ ഇവിടെ ഇത്ര കയറാനേ സാധ്യതയുള്ളൂ, അതിനനുസരിച്ചാണ് എറിയുന്നത്.
ഇവരുടെ ചിന്തയ്ക്കും ഇവരുടെ കപ്പാസിറ്റിക്കും ഒത്ത വലയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇത്രേ എൻ്റെ വലയ്ക്കകത്ത് കയറും, ഇതിനപ്പുറം തിരിയുന്ന ഒരു സാധനം കിട്ടുകയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് അവർ ആ വലയുമായി പോയത്. പക്ഷേ യേശു കർത്താവ് അവർക്ക് മത്സ്യം കൊടുത്തപ്പോൾ ആ വല പൊക്കാൻ പറ്റിയില്ല. വളരെ മീൻ നിറഞ്ഞു, വല കീറിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ നെറ്റ് പൊട്ടി ഈ മീൻ ഇറങ്ങി പോകേണ്ടത്. ഒരു മീൻ ഇറങ്ങിപ്പോയാൽ അതിന്റെ പുറകെ എല്ലാം ഇറങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തൻ ഇറങ്ങിപ്പോയാൽ അതിന്റെ പുറകെ എല്ലാം ഇറങ്ങിപ്പോകും. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല, നെറ്റ് പൊട്ടിയില്ല, ഒരെണ്ണവും മിസ്സായി വെളിയിൽ പോയില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, കർത്താവ് തന്നതൊന്നും പോകാനല്ല. ദൈവമാണ് നിനക്ക് തലമുറയെ തന്നതെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നിനക്ക് ശുശ്രൂഷ തന്നതെങ്കിൽ അത് തകർന്നു പോകുകയില്ലെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നിനക്ക് കുടുംബം തന്നതെങ്കിൽ അതിനെ തകർക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. എന്റെ ദൈവമാണ് എനിക്കത് തന്നതെങ്കിൽ, എന്റെ കർത്താവിന്റെ കരമാണ് ആ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെങ്കിൽ നഷ്ടപ്പെടുകയില്ല. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ ദൈവം തന്നതൊന്നും നഷ്ടപ്പെടില്ല. പറഞ്ഞേ, ദൈവം തന്നതൊന്നും നഷ്ടപ്പെടില്ല. പിന്നെ ഇതിനെ നഷ്ടപ്പെടുത്താൻ കിട്ടും. ഇതിനെ നഷ്ടപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാൻ ദൈവം തന്നാൽ, സ്വർഗത്തിലെ അപ്പൻ തന്നാൽ ഇത് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ അഭിഷേകത്തിന് ശത്രുക്കളില്ല. നിങ്ങളുടെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന അനോയിന്റിങ്ങിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവറും അതോറിറ്റി ഉലകത്തിലില്ല. പിന്നെ ഇതിനെ കൊണ്ട് കളയാൻ, നശിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ഉള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വല കർത്താവ് ആ മീനെ തന്നതെങ്കിൽ അത് കീറുകയില്ല, ആ മീൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. പക്ഷെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് വള്ളം ചരിച്ച് കളയാൻ പറ്റും, മീനെ എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എഫോർട്ട്ലെസ് ആയിട്ട് 153 വലിയ മത്സ്യം അതിനകത്ത് വന്ന് കയറി. വലിയ മത്സ്യം വന്ന് കയറി, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടില്ല. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു, യഹോവ എസ്തേറിനോട് കൂടെ ഇരുന്നു, യഹോവ അബ്രഹാമിനോട് കൂടെ ഇരുന്നു. ഞാൻ ഈ പറഞ്ഞവരൊക്കെ ദൈവത്തിന്റെ അനുകൂലത അനുഭവിച്ചവരാണ്.